LDF സ്ഥാനാർത്ഥി M സ്വരാജ് അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും. സ്വരാജിന്റെ പത്രികാ സമർപ്പണ യാത്രയും ഇതുപോലെ വലിയ തോതിൽ പ്രവർത്തകരുടെയും പിന്തുണക്കാരുടെയും അകമ്പടിയോടുകൂടിയാണ്. സൈഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. സൈഫ്, സ്വരാജ് താലൂക്ക് ഓഫീസിലെത്തിയോ? സൈഫ് സൈൻലാബ്ദീൻ വിവരങ്ങളുമായി. സൈഫ്, സ്വരാജ് പത്രിക സമർപ്പിച്ചു, അദ്ദേഹം താലൂക്ക് ഓഫീസിലെത്തിയോ? പക്ഷേ അത് അല്പസമയം മുമ്പാണ് പ്രകടനമായിട്ട് താലൂക്ക് ഓഫീസിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനൊപ്പം CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ അടക്കമുള്ള നേതാക്കളുണ്ട്. ഇതിന് തൊട്ടപ്പുറത്തേക്ക്, അതായത് ഈ താലൂക്ക് ഓഫീസിന് തൊട്ട് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്ത് നിന്ന് പ്രകടനമായിട്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഓഫീസറുടെ മുന്നിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് സ്വരാജ് ഇപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെയും സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും വാഹന പര്യടനത്തിലേക്ക് പോകും. വാഹന പര്യടനം ഇന്ന് പൂർണ്ണമായിട്ടും വാഹന പര്യടനമാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ UDFൻ്റെ പ്രകടനം പോലെ വലിയ റോഡ് ഷോ CPM സംഘടിപ്പിച്ചില്ല. അത്യാവശ്യം ഇവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകരും പിന്നീട് CPM പോളിറ്റ് ബ്യൂറോ അംഗവും മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള A വിജയരാഘവനും അടക്കമുള്ള കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ സ്വരാജിനെ അനുഗമിച്ചുകൊണ്ട് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നത്. 3 സെറ്റ് പത്രികയാണ് സ്വരാജ് നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക അദ്ദേഹം സമർപ്പിക്കും. നിഷാദ്, M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നിലമ്പൂരിലെ താലൂക്ക് ഓഫീസിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം പത്രിക സമർപ്പിക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. 3 സെറ്റ് പത്രികയാണ് അദ്ദേഹം സമർപ്പിക്കുക. പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് സ്വരാജ് പത്രിക സമർപ്പിക്കുന്നത്. അല്പസമയത്തിനകം PV അൻവറും പത്രിക സമർപ്പിക്കാൻ നിലമ്പൂരിലേക്ക് എത്തും. ഇന്നത്തോടുകൂടി പത്രികാ സമർപ്പണത്തിന്റെ സമയപരിധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ NDAയുടെയും ഒപ്പം നേരത്തെ അൻവർ പറഞ്ഞ ജനകീയ പ്രതിരോധ മുന്നണിയുടെയും ഒപ്പം LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെയും പത്രികാ സമർപ്പണം അല്പസമയത്തിനകം നടക്കും. അൻവർ, അദ്ദേഹത്തെ സംബന്ധിച്ച് നിശ്ചയമായും ഒരു ശക്തി പ്രകടനം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടത്തോടൊപ്പം വന്ന് പത്രിക സമർപ്പിച്ച ശേഷം ആയിരിക്കും അദ്ദേഹം പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അംഗം കൂടുതൽ ആവേശഭരിതമാകുന്നതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നു. സൈഫ് സൈൻലാബ്ദീൻ തുടർന്നു. സൈഫ്, LDFൻ്റെ ഇന്നത്തെ പ്രചാരണ പരിപാടി എങ്ങനെയാണ്? എവിടെയൊക്കെയാണ് ഇപ്പോൾ സ്വരാജ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്തുന്നത്? എങ്ങനെയൊക്കെയുള്ള ഒരു ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ് സ്വരാജിൻ്റെ? നിഷാദ്, ആദ്യ ദിവസം വന്നിറങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം പാർട്ടി അണികൾക്കിടയിൽ നിന്ന് ലഭ്യമായിരുന്നു. അതിൻ്റെ ഒരു ആവേശം LDF ക്യാമ്പിൽ നമുക്ക് ആദ്യത്തെ ദിവസം മുതൽ കാണാനും കഴിയുന്നുണ്ട്. ആദ്യ ദിവസം മുതൽ അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലെ മിക്ക ഭാഗങ്ങളിലും വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള പര്യടനമാണ് നടത്തിയത്. ഇന്നലത്തെ ദിവസം അദ്ദേഹം ചില സ്വകാര്യ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ കണ്ട്, കൂടെ പഠിച്ച ആൾക്കാരെ കണ്ട്, പാർട്ടി പ്രവർത്തനം നടത്തിയ സമയത്ത് സമകാലികരായ ആൾക്കാരെ കണ്ട് അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടി ഇന്നലത്തെ പൂർണ്ണ ദിവസം അദ്ദേഹം അങ്ങനെയാണ് ചെലവഴിച്ചത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം കൺവെൻഷൻ വേദിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. 7 മണിയോടുകൂടിയാണ് കൺവെൻഷൻ സമാപിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം വാഹന പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം ഇന്ന് മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകൾ കൂടി സഞ്ചരിച്ച് മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ വീടാന്തരം കയറിയുള്ള പ്രചരണം അത് 2 ദിവസം കൂടി കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് 2-ാം തീയതിയാണ്. 17-ാം തീയതി പരസ്യപ്രചരണം അവസാനിപ്പിക്കണം. ചുരുക്കത്തിൽ 15 ദിവസം, തുച്ഛമായ 15 ദിവസം മാത്രമാണ് ഉള്ളത്. 2,32,000-ൽ പരം വോട്ടർമാരാണ് നിലമ്പൂരിൽ ഉള്ളത്. കുറേ പേർ പ്രവാസികളായിട്ടുണ്ട്. ബാക്കിയുള്ള ഏതാണ്ട് 2 ലക്ഷത്തോളം ആൾക്കാരെ നേരിട്ട് കാണുക, വീടാന്തരം കയറി വോട്ട് ചോദിക്കുക എന്നുള്ള ഒരു വലിയ ടാസ്ക്, അത് ഈ 15 ദിവസം കൊണ്ട് എങ്ങനെ തീർക്കും എന്നുള്ളത് എല്ലാ മുന്നണികൾക്കും, ഇടതു മുന്നണി മാത്രമല്ല എല്ലാ മുന്നണികൾക്കും വലിയൊരു തലവേദനയാണ്. അതുകൊണ്ട്
ഒരു റെസ്റ്റുമില്ലാതെ രാവിലെ ഇറങ്ങി അർദ്ധരാത്രി തീരുന്ന രീതിയിലാണ് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളുടെ പ്രചരണം തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്വരാജ് വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ എല്ലായിടങ്ങളിലും അത് നേതാക്കന്മാരെ കൂടുതലായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്.